എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിന് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുളിയും എരിവും എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കണ ഒരു കിട്ടില്ലൻ കറിയാണ്. ഇതൊരു തമിഴ്നാടു സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ടിപ്സ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അവർ ഉപയോഗിക്കണ മസാലയും അല്ലെങ്കിൽ എണ്ണയൊക്കെ മാറ്റമുണ്ടല്ലോ, നമ്മളെ പോലെയല്ല, വെളിച്ചെണ്ണ എന്നല്ല അവർ ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നല്ല ചൂടോട് കൂടി നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കൂ. ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫുള്ളായി കണ്ടിട്ട് അഭിപ്രായം പറയൂ. അപ്പളേ പൊടിച്ചെടുക്കണ ഒരു മസാല വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അധികം വലിച്ചു നീട്ടുന്നില്ല, നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഈ ഒരു കറിയിലേക്ക് വേണ്ടത് ഒരു അരപ്പ് ശരിയാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂൺ തന്നെ കുരുമുളക്, വറ്റൽമുളക് ഒരു 3 എണ്ണം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിരിയൻ മുളകാണ് 3 എണ്ണം എടുത്തിരിക്കണം, എരിവുള്ളതല്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ഞാനൊരു ടീസ്പൂൺ ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി പിന്നെ ഞാൻ ചേർക്കണില്ല, കുരുമുളകൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ ഇതൊന്ന് അരച്ച് വരാം. ആദ്യം തന്നെ വെള്ളം ചേർക്കരുത്. ആദ്യം ഒന്ന് ഇത് പൊടിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ച് കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു നാടൻ റെസിപ്പി ആയ കാരണം ഞാൻ മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയാണ് അതിലേക്ക് എടുക്കുന്നത്. ഇതൊക്കെ അധികം ഈ തമിഴ്നാട് ഭാഗത്തൊക്കെയാണ് അധികം ഉണ്ടാക്കുക. അപ്പോൾ അവരധികം ഉപയോഗിക്കുക വെളിച്ചെണ്ണ, റിഫൈൻഡ് ഓയിലൊന്നുമല്ല, അവരധികം നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിലിതാ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വേഗം ഉണ്ടാക്കി കഴിയണ അതൊന്നാ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഏറ്റവും ബെസ്റ്റ് ചോറിനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഇടുന്നുണ്ട്. വീഡിയോ ഫുള്ളായി കാണുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് 1 ടീസ്പൂണ്, ജീരകം 1/2 ടീസ്പൂണ്, ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. കൂടിപ്പോരുത്, അപ്പോൾ കഴിക്കും. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഉഴുന്നും പരിപ്പ് 1 ടീസ്പൂണ്, കടലപ്പരിപ്പും ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒന്ന് മൂത്ത് പൊട്ടി വരട്ടെ, ഒന്ന് ബ്രൗണായി വരും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ. മസാലപ്പൊടികളൊന്നും ഇടില്ല കേട്ടോ, നമ്മളെല്ലാം അരച്ചു, മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം. അപ്പം ഈ മസാലപ്പൊടികളൊന്നും ഇതിലിടില്ല, നേരിട്ടിട്ട് അരപ്പ് ചേർക്കുക. ഇതൊക്കെ ഒന്ന് വെന്ത് വഴന്ന് കിട്ടാനുള്ള ടൈമേ വേണ്ടുള്ളൂ, പെട്ടെന്നാവും. ബ്രൗണായി വരുമ്പോൾ നമുക്ക് ഞാൻ ഇതിലേക്ക് ഒരു പിടി, ഒരു കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ അത്ര വെളുത്തുള്ളി, വല്ലാതെ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയിൽ കട്ട് ചെയ്യണം. ഒന്നിങ്ങനെ ബ്രൗണായിട്ട് വരട്ടെ. ചതക്കൊന്നും വേണ്ട കേട്ടോ, വെളുത്തുള്ളി ചതക്കി അരക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ. ഇത് അങ്ങനെ ബ്രൗണായി വരണ സമയത്ത് ഈ ഒരു ബ്രൗണാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇത് ചെറുതായി ബ്രൗണായി വരുമ്പോൾ നമുക്ക് ഇതിൽ അരച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ, ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വഴുതനങ്ങയാണ്. ഒരേ ഒരു വഴുതനങ്ങ കേട്ടോ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളൂ. ഒറ്റൊരു വഴുതനങ്ങ ഞാനത് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ ഒരു കറ ഉണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം കഴുകി എടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ട
കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷമാണ് ബാക്കി ചേർക്കണത്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇതിന് വേണ്ട ഉപ്പ്, കറിക്ക് വേണ്ടത്. ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ. ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു പരിപാടിയും കൂടി റെഡിയാക്കി വെക്കാണ്ട്. ഒരു വലിയൊരു തക്കാളി ഇത് അരച്ചെടുക്കുക കേട്ടോ. വലിയൊരു തക്കാളിയാണ്, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം. ഇത് നമ്മുടെ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടോ സോഫ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരച്ചത്, ആ ഒരു തക്കാളി ഉണ്ടല്ലോ വലുത്, അത് അരച്ചത് ഒഴിച്ചു. ഒരു ചെറിയ കഷ്ണം പുളിയുടെ വെള്ളം, പുളി പിഴിഞ്ഞ വെള്ളം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, പുളിയിടി തക്കാളിയിടി, അതൊക്കെ ഒന്ന് പോകണം. കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കമ്മിയുണ്ട്. ബാക്കി എരിവ് പുളി എല്ലാം പാകമാണ്. ഇനി ഇതിൻ്റെ മേളിൽ വറുത്തിടൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി താളിക്കലൊക്കെ കഴിഞ്ഞു ഫസ്റ്റ്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നാൽ നമ്മുടെ കറി റെഡി. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണം. ഒരു 10 മിനിറ്റ് നന്നായി തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. കുറച്ചുകൂടി കറിവേപ്പില മാത്രം ഇടുന്നുണ്ട്. ബാക്കി ഇനി വറുത്തിടുക ഒന്നും വേണ്ട. ഓഫ് ചെയ്താലും മൺചട്ടിയല്ലേ, കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് വറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.